മതത്തിലെ 2 പ്രധാന സങ്കല്പങ്ങളാണ്, ദൈവസങ്കല്പങ്ങളാണ് മഹാദേവന്മാരെന്ന് പറയുന്നത്. ഒരാൾ ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം എന്ന വിശേഷണത്തിലൂടെ ശാന്ത ആകാരമായിട്ട് അനന്തൻ്റെ മുകളിൽ, അതായത് 1000 നാവുള്ള അത്രയേറെ ചിന്തകളെയാണ് പല വ്യാഖ്യാനങ്ങളുണ്ട്. അതിലൊന്ന് നമ്മളുടെ മനസ്സിലെ 1000 ചിന്തകളെയാണ് 1000 ഭണങ്ങളുള്ള അനന്തൻ പ്രതികരിക്കുന്നത്. ഈ ചിന്തകളെ മുഴുവൻ ഭയങ്കര കൂളായിട്ട് ഇളകുന്ന പാലാഴിയിൽ അതിൻ്റെ മുകളിൽ പള്ളി കൊള്ളുന്ന മഹാവിഷ്ണു. ഇനി മറ്റേയാളോ, മനസ്സ് എന്ന ആർക്കും പിടിതരാത്ത അപൂർവ ശക്തിയെ സ്വന്തം ശിരസിൽ പ്രജ്ഞയിൽ ഉറപ്പിച്ചയാൾ ചന്ദ്രശേഖരനായ മഹേശ്വരൻ, ശ്രീ പരമേശ്വരൻ, ശിവൻ. അതായത് ഇവർ രണ്ടുപേരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന ഔന്നത്യത്തിൻ്റെ പരിപൂർണതയിൽ എത്തിയിരിക്കുന്ന രൂപമല്ലേ എന്ന് ഞാനങ്ങ് ചിന്തിക്കുന്നു. എനിക്കാകാലോ, എന്തുകൊണ്ടാവാം. സനാതന ധർമ്മത്തിലും ആയുർവേദ ജീവിതശൈലിയിലുമൊക്കെ ഇങ്ങനെ അലകളടങ്ങിയ ശാന്തമായ മനസ്സിന് ഇത്രയേറെ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ജീവിതത്തിലെ പരമമായ നേട്ടത്തെ പ്രപഞ്ചം എന്നൊരു മാക്രോ ലെവലിൽ ചിന്തിച്ചിട്ട് ഓം ശാന്തി ശാന്തി, അതിനപ്പുറം ഒന്നുമില്ല, ശാന്തി എന്നിടത്ത് കൊണ്ടുപോയി ബന്ധിപ്പിച്ചത് പൂർണ്ണതയിൽ നിന്ന് മാത്രമാണ് പൂർണ്ണത ഉളവാകൂ എന്ന് കണ്ടെത്തിയ ആ സംസ്കാരത്തിനെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് എന്നാണ് ആ പൂർണ്ണതയിലും ശാന്തിയിലും എത്തുക, എങ്ങനെയാണ് എത്തുക? ഇങ്ങനെ ഒരു സംഖ്യം ഓർമ്മകൾ അല്ലെങ്കിൽ ചിന്തകൾ ഈ രാന്നേരത്ത് എൻ്റെ മനസ്സിലേക്ക് കെട്ടഴിച്ചു വിട്ടത് ഇന്ന് സർ ഐസക് ന്യൂട്ടനെ പറ്റി വായിച്ച ഒരു നിരീക്ഷണമാണ്. ഈ രാന്നേരത്ത് സർ ഐസക് ന്യൂട്ടനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് ആർക്കും അറിയാൻ വയ്യാത്ത ആളല്ല. കാരണം എല്ലാവരും ചെറുപ്പത്തിൽ കേൾക്കുന്ന കഥയാണ്. സർ ഐസക് ന്യൂട്ടൻ പണ്ടൊരു ആപ്പിളിൻ്റെ തീക്കാഴ്പോയിരുന്നു, തണൽ കൊള്ളാൻ തലയിൽ ആപ്പിൾ വീണു. അപ്പോൾ അദ്ദേഹം ഭൂഗുരുത്വാകർഷണം വലിയ സംഭവം കണ്ടുപിടിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ആയില്ല? നമ്മുടെ തലയിലുണ്ടോ ആപ്പിൾ വീണു, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തെങ്ങിൻ്റെ തീരുന്ന് മാറി നിൽക്കാനല്ലേ? അല്ലെങ്കിൽ തന്നെ അത് പുള്ളി കണ്ടുപിടിച്ച് പോയല്ലേ? ഇത്തരം കുരുത്തക്കേടിൽ പറയാതെ ഒരു ബാല്യം ഉണ്ടാവും. എനിക്ക് അതിൽ സ്ഥിരമുള്ളതായിരുന്നു. പക്ഷേ സർ ഐസക് ന്യൂട്ടനെ പറ്റി, അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെപ്പറ്റി നമ്മൾ വളരെയധികം കേട്ടിട്ടുണ്ട്. ബട്ട് പേഴ്സണാലിറ്റിയെക്കുറിച്ച് നമ്മൾ അധികം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ സർ ഐസക് ന്യൂട്ടനെ പറ്റി ഒരിക്കലും ഒരു ഫോബ്സിലൊരു ലേഖനം വന്നിരുന്നു. അത് വായിച്ച് അത് ഞാനിപ്പോൾ വീണ്ടും തപ്പിയെടുക്കായിരുന്നു. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. എഴുതിയിരിക്കുന്നയാൾ സ്റ്റീവൻ റോസ് പമറോയ്, എനിക്ക് വലിയ വിവരമൊന്നുമില്ല. ഫോബ്സിൽ ആർട്ടിക്കിൾ വന്ന കാരണം അദ്ദേഹം വലിയ ആളായിരുന്നായിരിക്കാം. അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതുന്നത് ഈ സ്റ്റോറി കഴിഞ്ഞാൽ സർ ഐസക് ന്യൂട്ടൻ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല. ഇൻ 1995 ജെ ഖുറേഷി എന്നൊരാൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയുടെ ഫൗണ്ടൻ മാഗസീനിൽ ഇങ്ങനെ എഴുതിയത്രേ, സർ ഐസക് ന്യൂട്ടൻ വിവാഹം കഴിച്ചില്ല. എന്തുകൊണ്ട്? 1-2 സൗഹൃദങ്ങൾ ഒഴികെ മറ്റൊരു സൗഹൃദം പോലും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അദ്ദേഹം സമയത്തിൻ്റെ കാര്യത്തിലും പണത്തിൻ്റെ കാര്യത്തിലും മറ്റാർക്ക് വേണ്ടി സ്പെയർ ചെയ്യാൻ പറ്റാത്ത വിധം സ്വാർത്ഥമതിയായിരുന്നത്രേ. ഒരു ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഇതിലെന്തെങ്കിലും കൊടുക്കാനായിട്ട് ഉള്ളൊരു മനസ്ഥിതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അത്രേ. വളരെ സ്വന്തമായ ഒരു സ്ഥലത്ത് കേംബ്രിഡ്ജ്, ലണ്ടൻ, വോസ്റ്റോപ്പ് അതിൻ്റെ പുറത്തോട്ട് പോലും പോകാറില്ലായിരുന്നു. ഒന്നിനും ഒരു ലൈറ്റ്നെസ് ആയിട്ട് തമാശയായിട്ട് സ്പോട്ടെ ലളിതമായി എടുക്കാനും അദ്ദേഹത്തിന് പറ്റില്ലായിരുന്നു. ദേഷ്യം വരുമ്പോൾ അതിഭീകരമായിട്ട് അൺബാലൻസ്ഡ് ആകുമായിരുന്നു, നിലനിറ്റി പോവുക. അതുപോലെ തന്നെ പ്രതികാരമോഹിയായിരുന്നു, വളരെ പെറ്റിയായിട്ടുള്ള, നമുക്ക് അറിയത്തില്ല എന്തോന്ന് തറ എന്ന് പറയും പോലെ അങ്ങനത്തെ സ്വഭാവമൊക്കെ കാണിക്കുമായിരുന്നു അത്രേ. പക്ഷേ ഈ പേഴ്സണാലിറ്റി കൊണ്ട്, ഇത്തരം റൂത്ത്ലെസ്നെസ് കൊണ്ട് എങ്ങും എത്തിയില്ലെങ്കിലും അദ്ദേഹം സയൻറ്റിഫിക്കലി, കാരണം വേറെ ചിന്തയൊന്നുമില്ലല്ലോ, നമ്മളൊക്കെ അതല്ലേ ഐസക് ന്യൂട്ടൻ ആവാത്തേ. നമ്മളിത് കണ്ടുപിടിക്കാൻ പോകുമ്പോഴല്ലേ നമുക്ക് അപ്പുറത്തെ വീട്ടുകാരുടെ പ്രശ്നം വരും, നമ്മളുടെ തന്നെ പ്രശ്നം വരും. അയ്യോ ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് അതെന്താ, അങ്ങനെയൊന്നും ഒരു ഓർമ്മയില്ലാതെ വളരെ തെളിഞ്ഞ മനസ്സായിരുന്നു നമ്മൾ പോസിറ്റീവായിട്ട് കാണണം ഇതിൻ്റെ ആ നേരത്തെ എല്ലാത്തിനെക്കുറിച്ചും. റോബർട്ട് ഹൂക്ക്, ഗോട്ട്ഫ്രീഡ് ലെബ്നിസ്, ഇങ്ങനെ പല ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ഇദ്ദേഹം സ്ഥിരം വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തരം ഗ്രഡ്ജുകളിൽ അദ്ദേഹത്തിന് മേൽക്കൈ നേടാൻ വേണ്ടി തന്നെ അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് റിസർച്ച് കൂടുതൽ ഷാർപ്പാക്കുമായിരുന്നത്രേ. ഇനി ഇതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ കാരണമെന്നൊന്ന് ചിന്തിച്ചു പോയാൽ, റോയൽ സൊസൈറ്റീസ്
അതിൻ്റെ ഒരു ലേഖനത്തിൽ ന്യൂട്ടൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന് ആസ്പെർജർ സിൻഡ്രോം എന്നൊരു രോഗമുണ്ടായിരുന്നു എന്ന് സംശയിക്കണമെന്ന്. അതിൻ്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്: പൂവർ എംപത്തി ആൻഡ് ഫെയിലിയർ ടു ഡെവലപ്പ് ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയാതിരിക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതിരിക്കുക. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നത് യാതൊരു താല്പര്യവും ഇല്ലാതെ ആവുക. ഓൾ അബ്സോർബിങ് ഡൊമിനൻ്റ് ഇൻട്രസ്റ്റ് ആൻഡ് സോഡ്. എൻ്റെ ചിട്ട തെറ്റ് നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ലേ, അവൾ മരിക്കും, ചിട്ട തെറ്റാൻ പാടില്ല. നമ്മൾ മരിക്കുകയാണ്, പക്ഷെ വെള്ളം തരാൻ പാടില്ല, കാരണം പുള്ളിയുടെ ചിട്ടയാണ്. എന്തെങ്കിലും നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, നാമം ജപിക്കാനിടയ്ക്ക് പുള്ളി സഹായിക്കാൻ പോലും പോയില്ല. അങ്ങനത്തെ ആൾക്കാർ അവർക്കൊക്കെ ഈ ആസ്പെർജർ സിൻഡ്രോം ആണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇനിയിപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ആസ്പെർജർ സിൻഡ്രോം കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം നമുക്കുണ്ടാവുമോ, മറ്റുള്ളവരുടെ വൈകാരിക തലം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മളുടെ ഈ ശരീരാഭിമാനം, മിഥ്യാഭിമാനങ്ങളൊക്കെ മാറ്റിവെച്ച് അവരെ നമ്മളായി സ്വാംശീകരിക്കുക. അവരുടെ വികാരങ്ങൾ, അവരുടെ ചിന്തകൾ, അവരുടെ നിലയിൽ നിന്ന് നമ്മളും ചിന്തിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങോട്ട് നീട്ടുന്ന കയ്യിൽ നമ്മുടെ കൈത്തലം വെച്ച് കൊടുക്കാൻ പറ്റും. അവരുടെ കാണുന്ന ഇഷ്ടം നമ്മുടെ കൈത്തലം നീട്ടിക്കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ആകർഷണ മന്ത്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഭൂഗുരുത്വം അദ്ദേഹം കണ്ടുപിടിച്ചിട്ട് പോയിക്കോട്ടെ, നമ്മളുടെ എല്ലാം ജീവിതത്തിൽ നമുക്കൊരാകർഷണ മന്ത്രമുണ്ട്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞേ പറ്റൂ. ശുഭരാത്രി.